ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ വല്ലാത്ത ഹൃദയഭാരമാണ് എനിക്ക് തോന്നിയത്. ഇന്നത്തെ കുടുംബങ്ങൾക്ക് എന്തു പറ്റി? അവരുടെ സന്തോഷങ്ങളുടെ അളവുകൾ എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? ആരെയാണവർ ശത്രുപക്ഷത്ത് നിർത്തുന്നത്? സത്യത്തിൽ സന്തോഷവും സ്വാതന്ത്ര്യവും തേടിയുള്ള ഓട്ടത്തിൽ അവർ സ്വയം ശിക്ഷിക്കുക മാത്രമല്ല, അടുത്തൊരു തലമുറയുടെ സ്വാതന്ത്ര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും പുതിയൊരു തലം കണ്ടുപിടിച്ച് നൽകുകയല്ലേ എന്നൊരു ഭയവും ഇല്ലാതില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുമെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വിവാഹമോചന കേസുകൾ എന്തുകൊണ്ടാണ് ആരെയും ഭയപ്പെടുത്താത്തത് എന്നതാണ് എന്റെ അത്ഭുതം. സ്വയം ഒന്ന് താഴാനും പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവയ്ക്കാനും രണ്ട് വ്യക്തികൾ പരാജയപ്പെടുമ്പോൾ പരസ്പരം മത്സരിക്കാൻ മടിയില്ലാത്ത പുതിയൊരു സമൂഹമാണ് അതിനെ ചുറ്റിപ്പറ്റി രൂപം കൊള്ളുന്നത് എന്ന ഭയാനകമായ സത്യം നാം മറക്കരുത്. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്ന് പണ്ടു മുതൽ പറഞ്ഞു വരുന്നു. എന്നാൽ അത് രണ്ട് വ്യക്തികൾ തമ്മിൽ ചേർന്ന് ഒരു പുതിയ കുടുംബം രൂപപ്പെടലാണെന്ന് ആരാണെന്ന് പറഞ്ഞു മനസ്സിലാക്കുക? പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ രണ്ടു കുടുംബങ്ങളുടെ ഗുണങ്ങളും പോരായ്മകളും അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കാലക്രമേണ പരസ്പരം അറിഞ്ഞും ഇണങ്ങിയും പിണങ്ങിയും അവരുടേതായ പുതിയ രീതിയിലുള്ള ഒരു കുടുംബം രൂപപ്പെട്ടു വരുന്നു. അതല്ലേ വേണ്ടത്? ഇല്ലെങ്കിൽ ഇന്നും പണ്ടത്തെ പോലെ ഒരു മാറ്റവുമില്ലാത്ത കുറെ മനുഷ്യരായി നാം ജീവിക്കേണ്ടി വന്നേനെ. പക്ഷേ ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങോട്ടാണ് ഈ പോക്ക്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് മതിയാക്കാനുള്ളതാണോ ഈ കുടുംബ ബന്ധം? നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ എത്ര ബഹുമാനത്തോടെയാണ് ഓർക്കുന്നത്? അതുപോലെ നമ്മയും വരും തലമുറ സ്നേഹത്തോടെയും ആരാധനയോടെയും നോക്കണമെങ്കിൽ നാമും അനുഭവസമ്പത്ത് നേടി ജീവിതം നയിക്കേണ്ടേ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന സംസ്ഥാനം എന്ന ബഹുമതി ആർക്കാണെന്നോ? അത് തന്നെ നമ്മുടെ സ്വന്തം കേരളത്തിന്. തൊട്ടു പിന്നാലെ പലരും ഉണ്ടെങ്കിലും ദിനം പ്രതി മലയാളികളുടെ വിവാഹമോചന കേസുകൾ വളരുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ, ഇതിനെ ശുദ്ധ മണ്ടത്തരമെന്നും ഒരു കുടുംബം നടത്താനുള്ള കഴിവില്ലായ്മയെന്നും മാത്രമേ ഞാനും എന്റെ ചിന്താഗതിയിലുള്ളവരും പറയൂ. ഇനി മാനസിക രോഗമോ ഗാർഹിക പീഡനമോ ആണ് കാരണമെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നല്ല ജോലി, ശമ്പളം, ആരോഗ്യം, സൗന്ദര്യം, ചുറ്റുപാട് തുടങ്ങിയവ ഒക്കെ ഉള്ളവർ ഇന്ന് ഡിവോഴ്സിനായി പോകുമ്പോൾ അവരെ ലോക തോൽവി എന്നല്ലേ പറയാൻ പറ്റൂ? പലർക്കും പല കാരണങ്ങളുണ്ടാവും. ചിലരുടെ കേസുകൾ കേൾക്കാൻ ഇടയായപ്പോൾ അതിലെ കാരണങ്ങളിൽ പലതും അല്പം സ്ട്രോങ് ആയി നിന്നാൽ, അല്ലെങ്കിൽ ഒന്ന് പരസ്പരം തുറന്നു സംസാരിച്ചാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. ചിലർക്ക് പാരവെക്കുന്ന അമ്മായിയമ്മയും നാത്തൂന്മാരും പ്രശ്നമായപ്പോൾ മറ്റു ചിലർക്ക് സ്നേഹിക്കാനും കരുതാനും അറിയാത്ത ഭാര്യയോ ഭർത്താവോ ആയിരുന്നു പ്രശ്നം. ചിലർക്ക് ജോലിക്ക് വിടാത്തതാവും പ്രശ്നം. മറ്റു ചിലർക്ക് സംശയരോഗിയായ പാർട്ട്ണറാണ് തലവേദന. ഒരു കൂട്ടർ ശാരീരിക പീഡനം അനുഭവിക്കുമ്പോൾ ഒരു കൂട്ടർ മാനസിക പീഡയിലാണ്. എന്തിനേറെ പറയുന്നു, പണ്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇല്ലാതിരുന്ന പുതിയ കാരണങ്ങളൊന്നും തന്നെ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് മറ്റു കുറച്ച് കാരണങ്ങൾ പ്രധാന വില്ലനാവുന്നുണ്ട്. സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ധൈര്യം വർദ്ധിച്ചു. ആത്മവിശ്വാസത്തോടെ തന്റെ ഇഷ്ടങ്ങളെ മുറുകെ പിടിച്ച് ബാക്കി എന്തിനേയും പിന്നിലേക്ക് തള്ളാൻ അവർ പ്രാപ്തരായി. മറ്റൊരു വില്ലൻ എന്താണെന്നോ? ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ബന്ധുബലവും സുഹൃത്തുക്കളുടെ ഇടയിലെ സപ്പോർട്ടും. ഏതവസ്ഥയിലും അവരെ ചേർത്ത് നിർത്തി ഇണയെ വലിച്ചെറിയാൻ ഒരു മടിയും കൂടാതെ ഉപദേശിക്കുന്ന കുറച്ച് ജന്മങ്ങൾ. ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ അവർക്കൊന്ന് കൂട്ടുനിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ 80% കുടുംബത്തിലുമുള്ളൂ. ആരും തയ്യാറല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടെന്താ, മറ്റു കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും അടിയും കണ്ട് മടുത്ത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു പറച്ചിലുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. അതായത് നോ മാരേജ് നോ ഡിവോഴ്സ്. അവരെ തെറ്റു പറയാൻ എങ്ങനെ പറ്റും? വിവാഹമോചനത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കാലത്ത് എടുത്തു പറയാനുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും നല്ല ശമ്പളവും സ്ത്രീ പുരുഷ ഭേദമന്യേ വിവാഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെ ലിസ്റ്റ് വർദ്ധിപ്പിക്കുന്നു. തന്റെ ഭാര്യ തന്റെയും വീട്ടുകാരുടെയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു ചെയ്യണമെന്നും നല്ലൊരു ഒതുങ്ങിയ സ്വഭാവക്കാരി ആയിരിക്കണമെന്നും ഭർത്താവ് ആഗ്രഹിക്കുമ്പോൾ, എന്റെ ഭർത്താവ് എന്നെ നല്ലപോലെ കെയർ ചെയ്യണമെന്നും എല്ലാ കാര്യങ്ങളിലും കൂടെ സഹായത്തിനുണ്ടാവണമെന്നും മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ അന്തസ്സായി കൊണ്ടു നടക്കണമെന്നും ഭാര്യയും ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവ രണ്ടും നടക്കുന്നില്ലെന്ന് കണ്ടാലോ? കഴിഞ്ഞില്ലേ കഥ. പരസ്പരം മനസ്സിലാക്കുന്ന ഭാര്യ ഭർത്തൃബന്ധം കഴിഞ്ഞേ ലോകത്ത് മറ്റൊരു മനോഹാരിതയുള്ളൂ. ഇന്ന് ഒരുപാട് പേരുടെ വിവാഹ തകർച്ചയ്ക്ക് കാരണം നഷ്ടപ്രണയങ്ങളോ പുതിയ ആരിലെങ്കിലും മനസ്സുടക്കിയതോ ആവാം. രണ്ട് മനസ്സുകൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളാണ് ഇതുമൂലം തകരുന്നത്. അതുമാത്രമല്ല, അവരെ സ്നേഹിക്കുന്ന പല മനസ്സുകളും. പുതുമയിലൂടെ കണ്ണുപായുമ്പോൾ നാം മനഃപൂർവ്വം മറന്നു കളയുന്ന ഒരു മടയത്തരം അതിലുണ്ട്.
നമുക്ക് പുതുമയായ ഈ ബന്ധം മറ്റൊരാൾക്ക് വെറുപ്പും അറപ്പും ഉളവാക്കുന്ന ഒരു വ്യക്തിത്വമാവാം. അതിനോട് ആകർഷണം തോന്നുമ്പോൾ നാം അറിഞ്ഞുകൊണ്ട് ചീഞ്ഞ മുട്ട തലയിൽ ഉടയ്ക്കും പോലെയല്ലേ ആവുന്നത്. നമ്മുടെ കൂടെയുള്ള പഴയതും താല്പര്യമില്ലാത്തതുമായ ബന്ധത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി ശ്രദ്ധയോടെ പരിപാലിച്ചാൽ ഇത്ര മനോഹരമായത് ലോകത്ത് മറ്റൊന്നുമില്ല എന്നത് ആരും സമ്മതിച്ചു പോകുന്നു. സത്യം. പിന്നെ എന്തിന് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി സ്വയം നാണം കെടണം? ശാരീരിക ആകർഷണമല്ലാതെ അതിന് മറ്റൊരു ദിവ്യമായ അർത്ഥം ഇല്ല എന്നത് എതിർക്കാൻ പറ്റാത്ത നഗ്നസത്യമായി മുമ്പിൽ നിൽക്കെ അവിഹിതത്തെ വാഴ്ത്തി പറയുന്നവരോട് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അമ്മയോ അപ്പനോ ഇത്തരമൊരു ദിവ്യ പ്രണയത്തിന് മുതിർന്നാൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുമെങ്കിൽ നിങ്ങൾക്കും അത് ശരിയായിരിക്കാം. പക്ഷേ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി പബ്ലിക്കായി ലേഖനങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒന്നുമിട്ട് ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കുടുംബത്തെ കൂടി തകർക്കരുതേ എന്നൊരു അപേക്ഷ മാത്രം. ചില കുടുംബ ബന്ധങ്ങൾ ഒന്നിച്ച് വിളക്കി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസം കാണും. മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാവുക, ഗാർഹിക പീഡനം അനുഭവിക്കുക, മാനസിക നില തകരാറിലായ പങ്കാളിയോടുകൂടി ജീവിക്കുക തുടങ്ങി പല കാരണങ്ങളാവാം. അവയ്ക്കുമുണ്ട് മര്യാദയുടെ രീതിയിലുള്ള പരിഹാരങ്ങൾ. ചികിത്സ കൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ മാറുന്നതാണെങ്കിൽ അതിന് വേണ്ടത് ചെയ്യുക തന്നെ വേണം. അതല്ല, കുടുംബത്തിൽ തന്നെയുള്ള മൂന്നാമതൊരാൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അത് ചെയ്യണം. അതിലൊരു പ്രശ്നമുണ്ടാക്കാൻ ഇടയുണ്ട്. ഈ മൂന്നാമതൊരാൾ ആരുടെയും പക്ഷം പിടിക്കുന്നയാൾ ആവാൻ പാടില്ല. കുത്തിത്തിരിപ്പുകാരനോ കാര്യോ ആവാനും പാടില്ല. അത് ഗുണത്തിലേറെ ദോഷം വരുത്തുമെന്ന് അറിയാമല്ലോ. എല്ലാറ്റിനും ഉപരി കൃത്യമായ ഈശ്വരവിശ്വാസമാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ പണിതാലേ മുകളിലേക്ക് എത്ര നിലയും നിലനിൽക്കൂ. നിരീശ്വരവാദികളെ, ചിരിക്കാൻ വരട്ടെ. ഈശ്വരവിശ്വാസം ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ ഏകമാർഗം തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വല്ലാത്തൊരു പ്രതിസന്ധി വന്നു വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന രോഗാവസ്ഥയായിക്കൊള്ളട്ടെ. നിങ്ങൾ മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കുള്ളിൽ ഒരു ധൈര്യമുണ്ട്. എന്താണെന്നോ, ഇതൊക്കെ ശരിയാവും, ഏതോ ഒരു പ്രപഞ്ച ശക്തിയുണ്ട്, എല്ലാം ഓക്കെ ആവുമെന്ന്. അതും ഒരു വിശ്വാസമല്ലേ? നിങ്ങൾക്കത് പ്രപഞ്ച ശക്തി, കുറച്ചു പേർക്കത് സർവശക്തനായ ഈശ്വരൻ. ഈ വിശ്വാസം മനസ്സിന് തരുന്ന ഉറപ്പും ബലവുമാണ് പ്രതിസന്ധികളെ മറികടന്ന് എല്ലാ സന്തോഷവും സമാധാനവും നേടാൻ നമ്മെ സഹായിക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുമെന്ന് കേട്ടിട്ടില്ലേ? സ്പിരിച്വാലിറ്റിയുടെ അഭാവം ഇന്നത്തെ കുടുംബങ്ങളിൽ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നവർ ചുരുക്കമാണെന്നത് മറ്റൊരു വാസ്തവം. ഇന്നത്തെ കാലത്ത് വിവാഹങ്ങൾ സ്ത്രീ പുരുഷന്മാർ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയ ശേഷമാകുന്നത് ഡിവോഴ്സിന്റെ വേറൊരു കാരണമാകാറുണ്ട്. ഡിവോഴ്സിന്റെ മാത്രമല്ല, സ്വന്തം സ്വാതന്ത്ര്യങ്ങൾ നടപ്പാകുന്നത് തനിയെ ജീവിച്ചാലാണെന്ന ചിന്തയും ചെറുപ്പക്കാരെ വിവാഹമേ വേണ്ട എന്ന ചിന്തയിലേക്കാണ് നയിക്കുന്നത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ തനിയെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതും ധീരതയോടെ മുന്നോട്ട് കുതിക്കുന്നതും സ്ത്രീകളാണെന്നതും പുതിയ പുതിയ സാധ്യതകൾ സ്ത്രീകൾ കണ്ടെത്തുന്നതും വിവാഹം വേണ്ട എന്ന് വെക്കാനും വിവാഹിതരായവർ മോചിതരാവാനും കൂടുതൽ താല്പര്യം കാണിക്കാൻ ഇടയാക്കുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. പരസ്പരം തീരുമാനിച്ചു നൽകുന്ന അപേക്ഷകൾ വേഗത്തിൽ പരിഗണിക്കപ്പെട്ടേക്കാം. എങ്കിലും വക്കീൽ, കോടതി തുടങ്ങി ഇതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴേ അതിന്റെ ദുരിതം മനസ്സിലാവൂ. പണം മാത്രമല്ല, വിലയേറിയ എത്ര സമയമാണ് പാഴായി പോകുന്നത്. സോഷ്യൽ മീഡിയ ഇന്ന് കുടുംബത്തിൽ വല്ലാത്ത സ്വാധീനമാണ് ചെലുത്തുന്നത്. മറ്റുള്ളവരുടെ ദാമ്പത്യ ജീവിതം വെച്ച് സ്വയം കമ്പയർ ചെയ്തു നോക്കുന്നത് സ്വന്തം കുടുംബബന്ധം വഷളാക്കുകയാണ് ചെയ്യുന്നതെന്ന് അറിയുമ്പോഴേക്കും വളരെ വൈകിയിരിക്കും. സീരിയലുകൾ, സിനിമകൾ, മറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എല്ലാം വെറും എന്റർടൈൻമെന്റ് മാത്രമായി എടുക്കണം. അതിലൊന്നുമല്ല സത്യം. നാം ജീവിക്കുന്ന നമ്മുടെ കുടുംബമാണ് നമ്മുടെ സന്തോഷവും നമ്മുടെ സമ്പാദ്യവും. മനോഹരമായ ഈ ലോകത്ത് സ്വയം തിരുത്തിയും സ്നേഹത്തോടെ മറ്റൊരാളെ മനസ്സിലാക്കിയും ജീവിക്കാൻ തീരുമാനിച്ചാൽ സ്വർഗം ഭൂമിയിൽ എന്ന ആശയം നമ്മുടെ കുടുംബത്തിൽ തന്നെയാകും. പുറത്തുള്ളവർക്കത് മനസ്സിലാവില്ലെങ്കിലും നാം അത് വേണ്ടുവോളം ആസ്വദിക്കും. ഒറ്റയ്ക്കായിരിക്കുക നന്നല്ല എന്ന കൺസെപ്റ്റിലാണ് ആണ് പെണ്ണ് എന്ന രണ്ട് സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കൂ. പണവും ആരോഗ്യവുമുള്ള കാലം വരെയും അഹങ്കാരത്തോടെ ഒരലങ്കാരമായി കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് ഒറ്റയ്ക്കുള്ള ജീവിതം. ജീവിതത്തിന്റെ അവസാന നാളുകൾ പശ്ചാത്താപത്താൽ ഒരുങ്ങുന്നതാവാതിരിക്കാൻ ഇന്നിന്റെ തിരുത്തലുകൾ നടത്തുക തന്നെ വേണം. കണ്ണു തുറക്കൂ സുഹൃത്തെ. നമ്മുടെ ഭാവിയും സന്തോഷവും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്